എപ്പിസോഡിന്റെ തുടക്കത്തിൽ കോഫി ഷോപ്പിൽ കയറിയ എഡേലിനും ലൂയിയുമാണ് കാണിക്കുന്നത്. എഡേൽ ലൂയിയോട് ഡേവിഡ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. ഞാൻ പുള്ളിക്കാരന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ, എനിക്കാൾ എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയില്ല. എന്നാലും പ്രൊഫഷണലി നോക്കുകയാണെങ്കിൽ ആള് നല്ല സ്മാർട്ടാണ്. നീ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? അപ്പോൾ എഡേൽ പറയും, ഇല്ല, ഞങ്ങൾക്ക് ഓൾറെഡി ആവശ്യത്തിനധികം പൈസയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ ഞാൻ വർക്കിലൊന്നും പോകുന്നില്ല. എന്നിട്ട് എഡേൽ ലൂയിയുടെ ഹസ്ബൻഡിനെയും ആദമിനെയും പറ്റി ചോദിക്കും. അല്ല, എഡേൽ എങ്ങനെയായിരിക്കും ലൂയിക്കൊരു ഹസ്ബൻഡും മകനും ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാകുക? അത് നമ്മൾക്ക് വഴിയെ മനസ്സിലാക്കാം. ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ട് 3 years ആയി. അപ്പോൾ സംസാരത്തിനിടെ ഇന്നലെ സ്ലീവ് വാക്കിങ്ങിനിടയിൽ കയ്യിൽ പൊട്ടിയ മുറിവ് കണ്ട് എഡേൽ ചോദിക്കും, ഇതെന്താ പറ്റിയതെന്ന്. അപ്പോൾ ലൂയി പറയും, ഓ അതൊന്നുമില്ല, എനിക്ക് സ്ലീപ്പ് വാക്കിങ്ങിന്റെ പ്രശ്നമുണ്ട്, അപ്പോ ഇന്നലെ അതിനിടയിൽ പറ്റിയതാണ്. നീ എന്ത് സ്വപ്നമാ കാണാറ്? അപ്പൊ ലൂയി പറയും, ഞാൻ കൂടുതലും ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളാണ് കാണാറ്. അപ്പോഴായിരിക്കും ഡേവിഡ് എഡേലിന്റെ ഫോണിൽ വിളിച്ചിട്ട് എവിടെയാണെന്ന് ചോദിക്കുക. അപ്പോൾ അവൾ കോഫി ഷോപ്പിലാണ് ഉള്ളതെന്ന് പറയും. ഡേവിഡ് ഒരു സംശയത്തോടു കൂടി അവളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ എഡേൽ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നത് പോലെ, ഇല്ല, കൂടെ ആരുമില്ല എന്ന് പറയും. ശരി, എന്നാ ഞാൻ നിന്നെ ഉച്ചയ്ക്ക് 2:30 വിളിക്കാം. നീ ആ സമയമാകുമ്പോഴേക്കും വീട്ടിലുണ്ടാകില്ലേ? ആ, ഞാൻ വീട്ടിലുണ്ടാകും പറഞ്ഞ് അതിന്റെ കൂടെ ഐ ലവ് യു എന്നും പറയും. എന്നാൽ ഡേവിഡ് അത് പറഞ്ഞ് തീരും മുമ്പേ കോൾ കട്ട് ചെയ്യും. ശരിക്കും ഇവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എഡേൽ എന്നിട്ട് ലൂയിയോട് പറയും, നിന്റെ ഫോൺ നമ്പർ എൻ്റെ ഇല്ല, ഞാൻ നിനക്ക് എൻ്റെ ഫോൺ തരാം, നീ ഒന്ന് നിന്റെ നമ്പർ ഇതിലേക്ക് സേവ് ചെയ്ത് വെക്ക്. ലൂയി അതുപോലെ ചെയ്തതിനു ശേഷം എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങും. എഡേൽ പറയും, നമ്മൾ ഇന്ന് കണ്ട കാര്യങ്ങളൊന്നും ഡേവിഡിന്റെ അടുത്ത് പോയിട്ട് പറയണ്ട, ചിലപ്പോൾ അവൻ അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ലൂയി ഇല്ല, പറയില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. നടന്ന് കുറച്ച് ദൂരെ എത്തുമ്പോഴേക്കും എഡേലിന്റെ മെസ്സേജ് വരും, ഹായ് ഇറ്റ്സ് മീ എന്ന് പറഞ്ഞിട്ട്. ലൂയിക്ക് അത് കണ്ട് എന്തോ ഒരു സ്ട്രേഞ്ച് ആയിട്ട് തോന്നും. നെക്സ്റ്റ് സീനിൽ എഡേൽ വാളിൽ ഒരു പെയിന്റിംഗ് വരക്കും. എന്നിട്ട് അവൾ ഡേവിഡിന്റെ മുമ്പ് അന്ന് കഴിച്ച മരുന്നല്ല സിങ്കിൽ പോയിട്ട് കളി. ഫുൾ നിഗൂഢത മാത്രം. നെക്സ്റ്റ് പാസ്റ്റ് ആണ് കാണിക്കുന്നത്. സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ റോബും എഡേലും അപ്പോഴേക്കും നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ടാകും. അവർ ഇങ്ങനെ ചിരിച്ച് കളിച്ച് സംസാരിക്കുന്ന സമയത്ത് അവിടെയുള്ള സ്റ്റാഫ് ഓടി വന്നിട്ട് എഡേലിനോട് പറയും ഡേവിഡ് ഫോണിൽ വിളിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവൾ സന്തോഷത്തിൽ ഡേവിഡിന്റെ ഫോൺ എടുക്കാൻ ഓടും. റോബ് അവൾ ഓടുന്നത് കണ്ട് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ ആ സ്റ്റാഫ് അവനോട് പറയും, അവർ തമ്മിൽ ലവ് ആണെന്ന് തോന്നുന്നു, എന്തായാലും നിനക്ക് അവളെ കിട്ടാൻ പോകുന്നില്ല. അത് കേട്ട് അവൻ ദേഷ്യം പിടിച്ച് അവിടുന്ന് പോകും. റോബ് നേരെ പോയത് എഡേലിന്റെ അടുത്തേക്കായിരിക്കും. അപ്പോൾ അവൾ ഡേവിഡിനോട് സംസാരിച്ചിരിക്കുന്നുണ്ടാകും. ഡേവിഡ് പറയും, നിന്റെ കണ്ടീഷൻ ബെറ്റർ ആയി വരുന്നുണ്ട്, എത്ര നാളായി നീ ഇങ്ങനെ ചിരിച്ച് കണ്ടിട്ട്. അപ്പോൾ അവൾ ഇതിന്റെ എല്ലാ റീസൺ റോബാണെന്നും അവൻ വന്നതിന് ശേഷമാണ് താൻ ഇങ്ങനെയൊക്കെ മാറിയതെന്നും പറയും. അവൾ റോബിനെ പറ്റി വാ തോരാതെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാകും. അത് കേട്ടിട്ട് ഡേവിഡിന് ഒരു അസൂയ പോലെ തോന്നും. നെക്സ്റ്റ് പ്രസന്റ് ആണ് കാണിക്കുന്നത്. ഡേവിഡ് എഡേലിനെ അവളുടെ ഫോണിൽ വിളിക്കാതെ വീട്ടിലെ ലാൻഡ് ലൈനിലേക്ക് വിളിക്കും. അപ്പോൾ അവൾ പറയും, നീ എന്താ എന്നെ ഫോണിൽ വിളിക്കാണ്ട് നിന്നത്? എനിക്കറിയാം ഞാൻ വീട്ടിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനല്ലേ നീ ലാൻഡ് ലൈനിലേക്ക് വിളിച്ചത്. അല്ല, നേരത്തെ വിളിച്ചപ്പോൾ നീയല്ലേ പറഞ്ഞത് ഈ സമയമാകുമ്പോഴേക്കും നീ വീട്ടിലുണ്ടാകുമെന്ന്. എനിക്കിന്ന് കുറച്ചധികം വർക്ക്സ് ഉണ്ട്, സോ ഞാൻ വീട്ടിലെത്താൻ ലേറ്റ് ആകുമെന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യും. കോൾ കട്ട് ചെയ്തതിനു ശേഷം അവൾ ഇന്നലെ പകുതിക്ക് വരച്ച് നിർത്തിയ പെയിന്റിങ്ങിന്റെ ബാക്കി വരക്കാൻ തുടങ്ങും. അവൾ നല്ല ദേഷ്യത്തിലായിരിക്കും അത് വരക്കുന്നുണ്ടാകുക. അവൾ വരക്കുന്ന അതേ സമയം കൊടും കാട്, ആ കാട്ടിലൊരു കിണറിലൊരു വാച്ച്, ഇതൊക്കെ കാണിക്കും. ഫുൾ മിസ്റ്ററി മാത്രം. ആ കാർഡായിരിക്കും അവൾ ഇപ്പം വരക്കുന്നുണ്ടാവുക. എന്നിട്ട് അവൾ ബേസ്മെന്റിൽ പോയിട്ട് ഒരു ബുക്ക് എടുക്കും. അത് റോബ് എഴുതിയ ബുക്കായിരിക്കും. അതിന്റെ ഫസ്റ്റ് പേജിൽ എഴുതിയത് ഇങ്ങനെയായിരിക്കും, ഓരോ മണിക്കൂറും നീ നിന്നെ തന്നെ നുള്ളിയിട്ട് പറയുക, ഞാൻ ഉറക്കത്തിലല്ല ഉണർന്നിട്ടാണെന്ന്. നീ നിന്റെ കയ്യിൽ നോക്കിയിട്ട് കൈവിരലുകൾ എണ്ണുക, എന്നിട്ട് കാമായിട്ടിരിക്കുക. ദെൻ ഒരു ഡോർ ഇമാജിൻ ചെയ്യുക. അങ്ങനെ എന്തൊക്കെയോ ആയിരിക്കും അതിലുണ്ടാകുക. നെക്സ്റ്റ് പാസ്റ്റ് ആണ് കാണിക്കുന്നത്. റോബ് എഡേലിന്റെ കയ്യിൽ കിട്ടിയ വാച്ച് കണ്ടിട്ട് അതിനെപ്പറ്റി ചോദിക്കും, ഈ വാച്ച് നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, അത് തന്നെ, നമ്മൾ ആ കിണറിൽ കണ്ട അതേ വാച്ച്. അവൾ പറയും, ഇത് ഞാൻ ഡേവിഡിന് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്, പക്ഷേ അവനിപ്പോൾ ഇതിടാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടുന്നത്. അപ്പൊ റോബ് പറയും, ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലേ, ഡേവിഡ് ഇപ്പൊ നല്ല പൊസിഷനിലല്ലേ, നീയാണെങ്കിൽ ഇവിടെയും. അവനെങ്ങാനും നിന്നെ പറ്റിച്ചിട്ട് പോയാലോ? നീ ഹേർട്ടാകുന്നത് കാണാൻ എനിക്കാകില്ല. റോബ്, ഈ ലോകത്തിലുള്ള എല്ലാവരും അങ്ങനെ പറ്റിക്കുന്നവരല്ല. എനിക്ക് ഡേവിഡിനെ എന്നെയും ഇഷ്ടമാണ്. അവൻ എന്നെ ഒരിക്കലും പറ്റിക്കില്ല. ആ സീൻ അവിടെ കട്ടാകും. നെക്സ്റ്റ് പ്രസന്റ് ആണ് കാണിക്കുക. ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയ ഡേവിഡ് കാണുന്നത് എഡേൽ വരച്ച ആ പെയിന്റിംഗ് ആയിരിക്കും. അത് കണ്ട് ഡേവിഡിന് പെട്ടെന്ന് എന്തൊക്കെ ഓർമ്മ വരും. അവന് പേടിയും ദേഷ്യവും എല്ലാം ഒരുമിച്ച് വരും. എന്നിട്ട് നേരെ എഡേലിന്റെ അടുത്ത് പോയിട്ട് അവൾ എന്തിനാ അത് വരച്ചതെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവിടുന്ന് പോകും.
നെക്സ്റ്റ് സീനിൽ ലൂയി ആദമിനെ സ്കൂളിൽ കൊണ്ടാക്കി വരുന്ന നേരത്തെ എഡേൽ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും, നിനക്ക് നാളെ വർക്കില്ലെങ്കിൽ നമ്മൾക്ക് ജിമ്മിന് പോയാലോ എന്ന്. പക്ഷേ ലൂയി അതിന് മറുപടി കൊടുക്കില്ല. ക്ലിനിക്കിലെത്തിയ ലൂയിയോട് ഡേവിഡിനെ ഉദ്ദേശിച്ചുകൊണ്ട് സൂയി പറയും, അവൻ്റെ മുഖം രാവിലെ മുതലേ കടന്നൽ കുത്തിയതുപോലെയാണുള്ളത്. എനിക്കൊരു ഗുഡ് മോർണിംഗ് പോലും പറഞ്ഞിട്ടില്ല. ഈ സ്കോട്ടിഷ് പീപ്പിളൊക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ലൂയി പറയും, എല്ലാവർക്കും ഒരു മോശം ദിവസം ഉണ്ടാകും, അത് കാര്യമാക്കണ്ട. അന്നേരം സൂയി പറയും, അങ്ങനെയല്ല, അവർ ഓക്കെ അല്ല എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവരോടും അത് കാണിക്കണോ? ലൂയി ഡേവിഡിന്റെ ഡോറ് നോക്ക് ചെയ്ത് അകത്ത് കയറി ഇന്നത്തെ സെഷൻസിന്റെ പേപ്പേഴ്സ് അവിടെ അടുക്കി വെക്കുമ്പോൾ ഡേവിഡ് ദേഷ്യത്തിൽ പറയും, നീ അതവിടെ വെച്ചേ, ഞാൻ ചെയ്തോളാം. പിന്നെ ഒരു കാര്യം കൂടെ, അടുത്ത പ്രാവശ്യം അകത്ത് കയറുന്ന സമയം ഡോറ് നോക്ക് ചെയ്യണം കേട്ടോ. ആക്ച്വലി ഞാൻ ഡോറ് നോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം ഞാൻ കയറുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ പെർമിഷൻ എടുത്ത് കയറിക്കൊള്ളാമെന്ന് ലൂയി കുറിച്ച് ദേഷ്യത്തിൽ പറയും. ശരിക്കും ഡേവിഡിന് ഇടയിൽ ആ കാർഡിന്റെ പെയിന്റിംഗ് വരച്ചതിന്റെ ദേഷ്യമാണ്, പക്ഷെ അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ഡേവിഡ് അങ്ങനെ ദേഷ്യപ്പെട്ടത് കൊണ്ട് തന്നെ ലൂയി എഡേലിന് മെസ്സേജ് അയച്ചിട്ട് നാളെ ജിമ്മിന് വരാമെന്ന് പറയും. ആ സമയം ഡേവിഡ് ഡ്രഗ് അഡിക്ഷൻ ഉള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ക്ലിനിക്കിൽ ഒരു ഡ്രഗ് അഡിക്റ്റായ ഒരുത്തനെ കൂട്ടിയിട്ട് അവൻ്റെ പേരൻസ് വരും. ആന്റണി എന്നായിരിക്കും അവൻ്റെ പേര്. ആന്റണി ദേഷ്യത്തിൽ ലൂയിയോട് പറയും, എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഡ്രഗ് അഡിക്റ്റൊന്നുമല്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവിടുന്ന് ബഹളം വെക്കും. അന്നേരം ഡേവിഡ് വന്നിട്ട് ആന്റണിയോട് അകത്തേക്ക് വരാൻ പറയും. പക്ഷേ അവന് പോകില്ല. അപ്പോൾ ഡേവിഡ്, പേടിക്കണ്ട, 1 മണിക്കൂറിൻ്റെ കാര്യമേ ഉള്ളൂ, നിനക്കൊരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന് പറയും. അങ്ങനെ ആന്റണി അതിന് സമ്മതിക്കും. അടുത്ത സീനിൽ ലൂയി അന്ന് കണ്ട പോലത്തെ സ്കാരി ഡ്രീംസ് വീണ്ടും കാണും. ലൂയി അലട്ടുന്ന പ്രധാന പ്രശ്നം ഇതാണ്, ഈ സ്ലീപ്പ് വാക്കിംഗ്. ഇതുള്ളതുകൊണ്ട് അവൾക്ക് മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. ഇനി ഉറങ്ങിയാലോ ഇതുപോലത്തെ എന്തൊക്കെയോ ടെറിഫിക് ആയിട്ടുള്ളത് കണ്ട് എഴുന്നേറ്റ് നടക്കും. വല്ലാത്തൊരവസ്ഥ തന്നെ. നെക്സ്റ്റ് ഡേ ലൂയും എഡേലും ജിമ്മിന് പോയി വർക്കൗട്ടൊക്കെ ചെയ്തതിന് ശേഷം ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കും. ലൂയി അപ്പോൾ പറയും, അയ്യോ ഞാനൊരു കാര്യം മറന്നുപോയി. എഡേൽ എന്താണെന്ന് ചോദിക്കും. അന്നേരം ലൂയി പറയും, ആദം നാളെയാണ് ഫ്രാൻസിലേക്ക് പോകുന്നത്, അപ്പോൾ എനിക്ക് ലീവ് വേണം, ലീവ് ചോദിക്കാൻ ഞാൻ മറന്നുപോയി. നിനക്ക് വയ്യ എന്ന് പറഞ്ഞു. അന്നേരം ലൂയി പറയും, ഞാൻ അങ്ങനെ ഡേവിഡിനോട് കള്ളം പറയുന്നതിനെ കൊണ്ട് നിനക്കൊരു പ്രശ്നവുമില്ലേ? അതൊന്നും കുഴപ്പമില്ല, നീ എൻ്റെ ഫ്രണ്ടല്ലേ. ലൂയി ചോദിക്കും, നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് എത്രയായി? 10 വർഷമായി. ഞങ്ങളുടെ എസ്റ്റേറ്റിലെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത് ഡേവിഡിൻ്റെ പേരൻസ് ആയിരുന്നു. ശരിക്കും അവിടെ നിന്നാണ് ഞങ്ങൾ റിലേഷൻഷിപ്പിലായത്. എനിക്ക് 17 വയസ്സുള്ള സമയത്ത് ഒരു രാത്രി എൻ്റെ വീട്ടിന് തീപിടുത്തം ഉണ്ടായ സമയത്ത് എന്നെ രക്ഷിച്ചത് ഡേവിഡ് ആയിരുന്നു. ആ സമയത്ത് അവൻ്റെ ശരീരം നന്നായി പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ഞാൻ അമ്മയുടെയോ അച്ഛൻ്റെയോ കൂടെയല്ല, വേറെ ഒരു റൂമിലാണ് കിടക്കാറ്. തീപിടുത്തം ഉണ്ടായത് അവരുടെ റൂമിന്റെ ഭാഗത്ത് നിന്നായിരുന്നു. അതുകൊണ്ട് അവരെ രക്ഷിക്കാൻ പറ്റിയില്ല, അവർ മരിച്ചു. ആ സമയം ക്ലോക്ക് നോക്കിയ ഇടയിൽ പെട്ടെന്ന് ധൃതിയിൽ, വാ നമുക്ക് എൻ്റെ വീട്ടിൽ പോകാം, നീയും കൂടെ വാ എന്ന് പറഞ്ഞ് ലൂയിയും കൂട്ടി പോകും. വീട്ടിലെത്തിയതിന് ശേഷം ലൂയി ചോദിക്കും, എന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത്, എന്തെങ്കിലും എമർജൻസി ഉണ്ടോ? അപ്പോൾ ഇടയിൽ പറയും, അതൊന്നുമില്ല, ഡേവിഡ് ഇപ്പോൾ വിളിക്കും. അപ്പോൾ അവൻ വിളിക്കുന്ന സമയത്ത് കോൾ എടുത്തില്ലെങ്കിൽ അവൻ വറീഡാകും. അതങ്ങനെ നിനക്കറിയാം ഡേവിഡ് നിന്നെ ഫോണിൽ വിളിക്കുമെന്ന്? കാരണം അവൻ എപ്പോഴും ഇതേ സമയം വിളിക്കാറുണ്ട്. അപ്പോൾ ലൂയി പറയും, അങ്ങനെയാണെങ്കിൽ ഫോണിൽ വിളിച്ചാൽ പോരെ? നീ വീട്ടിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണോ ഡേവിഡ് ലാൻഡ് ലൈനിലേക്ക് വിളിക്കുന്നത്? എന്നാൽ അടയിൽ അതിന് ശരിയായ മറുപടി കൊടുക്കില്ല. അപ്പോഴേക്കും ഡേവിഡ് വിളിക്കും. ഇതൊക്കെ കണ്ട് ലൂയിക്ക് എന്തൊക്കെയോ അപാകത ഉണ്ടെന്ന് മനസ്സിലാകും. ലൂയി ഗാർഡനിൽ ഇരിക്കുന്ന സമയം ഇടയിൽ റോബ് എഴുതിയ ആ ബുക്ക് എടുത്തു വന്നിട്ട് ലൂയിക്ക് കൊടുത്തിട്ട് പറയും, നൈറ്റ് സ്കാരി ഡ്രീംസ് കാണാറുണ്ടെന്നല്ലേ പറഞ്ഞത്, എങ്കിൽ നീ ഈ ബുക്ക് വായിച്ചോളൂ, ഇത് നിന്നെ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ലൂയി പറയും, ഞാൻ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോ സ്വപ്നങ്ങൾ കാണാറുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ പേരൻസ് പറഞ്ഞത് ഇതെല്ലാം വലുതാകുമ്പോൾ ശരിയാകുമെന്നാണ്. പക്ഷെ ഞാൻ വലുതായിട്ടും അത് മാറിയില്ല. അങ്ങനെ ഞാൻ അതുമായിട്ട് യൂസ്ഡായി. എൻ്റെ എക്സ് ബോയ് ഫ്രണ്ട്സിനൊന്നും ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവരൊക്കെ ഞാൻ സ്ലീപ്പ് വാക്കിംഗ് ചെയ്യുന്ന സമയം എന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോൾ ഞാൻ അവരെ അടിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇഷ്യൂ എൻ്റെ റിലേഷൻഷിപ്സ് ബ്രേക്ക് ആകാൻ കാരണമായി. ഞാൻ പറഞ്ഞു കാട് കയറി. എനിക്കറിയില്ല ഞാൻ എന്തിനാ ഇതൊക്കെ നിന്നോട് പറഞ്ഞതെന്ന്. അപ്പോൾ ഇടയിൽ ഒരു സ്മൈലോടെ ആ ബുക്ക് കൊടുത്തിട്ട് പറയും, ഈ ബുക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആകും. ഇന്നാണ് ആദം ലാനിൻ്റെ കൂടെ ഫ്രാൻസിലേക്ക് പോകുന്നത്. ആദം ആണെങ്കിൽ പോകാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരിക്കും. ലൂയിക്കാണെങ്കിൽ ആദം പോകുന്നതിൽ സങ്കടമുണ്ടാകും. അതിപ്പോൾ സ്വന്തം മക്കൾ കുറച്ച് ദിവസമാണെങ്കിലും വിട്ടു നിൽക്കുമ്പോൾ ഏതൊരു അമ്മമാർക്കും സങ്കടമുണ്ടാകില്ലേ? അപ്പോഴേക്കും ലാൻ വന്ന് ആദമിനെ കൂട്ടിയിട്ട് പോകും. അന്ന് രാത്രി ലൂയി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കിടക്കാൻ നോക്കുമ്പോൾ എഡേൽ കൊടുത്ത ബുക്ക് വായിക്കും.
അതിലെ ഫസ്റ്റ് പേജ് വായിച്ചിട്ട് അതിൽ പറഞ്ഞതുപോലെ വിരലുകൾ എണ്ണാൻ നോക്കും. അപ്പോഴേക്കും ആരോ കോളിംഗ് ബെല്ലടിക്കും. ലൂയി ഡോർ തുറന്ന് നോക്കുമ്പോൾ അത് ഡേവിഡ് ആയിരിക്കും. ഡേവിഡ് പറയും, എനിക്ക് ഇതുവഴി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. നീയല്ലേ നിനക്ക് വയ്യേ എന്ന് പറഞ്ഞത്? അപ്പോൾ നിനക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ കയറിയതാണ്. പക്ഷേ നീ ഓക്കെ ആയെന്ന് തോന്നുന്നല്ലോ. ലൂയി പറയും, സത്യം പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പവുമില്ല. എൻ്റെ മകൻ ഇന്ന് ഫ്രാൻസിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ലീവ് എടുത്തത്. ഡേവിഡ് പറയും, ഓ അങ്ങനെയാണോ? ഞാൻ വിചാരിച്ചു ഞാൻ ഇന്നലെ ദേഷ്യപ്പെട്ടത് കൊണ്ടായിരിക്കും വരാതിരുന്നതെന്ന്. ഓഫീസിലുള്ളവർ പറഞ്ഞത് നീ അസുഖം വന്നാലും അങ്ങനെ ലീവ് എടുക്കാറില്ല എന്നാണ്. പിന്നെ എനിക്കെന്തോ വീട്ടിൽ പോകാൻ അത്ര താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മൾ ബാറിൽ നിന്ന് കണ്ടുമുട്ടിയതൊക്കെ ഫേറ്റായിട്ടാണ് തോന്നുന്നത്. അന്നേരം ലൂയി പറയും, എനിക്കതങ്ങനെ തോന്നുന്നില്ല. എൻ്റെ കാര്യത്തിൽ എപ്പോഴും ഇങ്ങനെയാണ്. എന്നിട്ട് ഡേവിഡിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയും, ഞാൻ ഒരാളെ കണ്ടു, ഇഷ്ടപ്പെട്ടു. പക്ഷേ അയാളാണെങ്കിലോ മേരിയിടും. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ. ഡേവിഡിന് മനസ്സിലാകും അത് അവനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞതെന്ന്. അവൻ ചോദിക്കും, അപ്പം നിനക്കെന്നെ ഇഷ്ടമായിരുന്നോ? അവൾ ചിരിച്ചുകൊണ്ട് ആണെന്ന രീതിയിൽ മറുപടി പറയും. എന്നിട്ട് ചോദിക്കും, നിങ്ങളും നിങ്ങളുടെ വൈഫും ഇപ്പം എത്ര കാലമായി ഒരുമിച്ച് ജീവിക്കുന്നു? പക്ഷേ ഡേവിഡിന് എഡേലിൻ്റെ ഒരു കാര്യവും സംസാരിക്കാൻ താല്പര്യമുണ്ടാവില്ല. എങ്കിലും അവൻ കുറച്ചു കാലമായി എന്ന് മറുപടി പറയും. നമ്മൾ അന്ന് ബാറിൽ നിന്ന് ചിരിച്ചു സംസാരിച്ചിട്ടില്ലേ? ഞാനും എഡേലും അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് എത്ര നാളായെന്നറിയോ? ഞാൻ നിന്നെപ്പറ്റി എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഡേവിഡിൻ്റെ പോക്ക് എവിടേക്കാണെന്ന് മനസ്സിലായ ലൂയി പറയും, നിങ്ങൾ മേരീഡല്ലേ, ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് അവൾ അവനോട് അവിടുന്ന് പോകാൻ പറയും. ഡേവിഡ് അവിടുന്ന് അപ്പോൾ ഇറങ്ങാൻ നോക്കും. എന്നിട്ട് ലൂയിയെ മെല്ലെ നോക്കും. അപ്പോൾ ലൂയി മെല്ലെ അങ്ങോട്ടേക്ക് നോക്കും. പിന്നെ എന്തായിരിക്കും നടന്നതെന്ന് പറഞ്ഞു തരേണ്ടല്ലോ. ആ സീൻ അവിടെ കട്ടാകും. ലൂയി ആയിട്ടുള്ള കലാപരിപാടികൾക്ക് ശേഷം ഡേവിഡ് നേരെ വീട്ടിലേക്ക് പോകും. എഡേലാണെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടായിരിക്കില്ല. അവൻ വരുന്നത് കണ്ട് അവൾ ഉറങ്ങുന്നത് പോലെ അഭിനയിക്കും. എന്നിട്ട് എന്തോ മിസ്റ്ററി രീതിയിൽ ആലോചിക്കും. അവിടെ ഈ എപ്പിസോഡ് കഴിയും. നാളെ ഞാൻ ഇതിൻ്റെ 3ാമത്തെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നാളെ കാണാം.